ഋഷിയെ കണ്ടുപിടിക്കാൻ വേണ്ടി 100% സത്യസന്ധമായിട്ട് കൂടെ ഉണ്ടാവും. കേസന്വേഷണത്തിൽ ഒരു MLA ഇടപെടുന്നത് ശരിയാണോ? MLA അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചേ പറ്റൂ. ഹലോ, അങ്ങനെ സുഗമോ ദേവിയിൽ നമ്മുടെ അരുന്ധതി ചന്ദ്രോത്ത് വീട്ടിൽ വന്ന് നമ്മുടെ ഋഷിയുടെ കാര്യം പറയുന്നുണ്ട്. ആ കൃത്യസമയത്ത് തന്നെ നമ്മുടെ ദേവിക വന്നിട്ട് നമ്മുടെ അരുന്ധതിക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉറപ്പ് തരുന്നു, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഋഷിയുമായിട്ട് ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ഞാൻ മാഡത്തെ അറിയിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ കേസിന്റെ കാര്യങ്ങൾ എത്രയും വേഗത്തിലാക്കാനും ഞാൻ മുൻകൈ എടുക്കും എന്ന് പറഞ്ഞ് നമ്മുടെ അരുന്ധതിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥനും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ പ്രഭാവതി പറയും, ഒരു MLA ഇങ്ങനെ ഒരു കേസിൽ ഇടപെടുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സിദ്ധാർത്ഥൻ പറയുന്നുണ്ടേ, ഒരാൾ നമ്മളെ വന്ന് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിൽ 100% നമ്മൾ നീതി പുലർത്തണം, ഒരു MLAയുടെ എല്ലാ ഇതും നമ്മൾ ചെയ്തിരിക്കണം എന്നും നമ്മുടെ സിദ്ധാർത്ഥൻ ദേവികയോട് പറയുകയാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രഭാവതിയുടെ നെഞ്ചാട്ട് ഉരുകുന്നേ. അപ്പൊ പിന്നീട് നമ്മുടെ അരുന്ധതി തിരികെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ CP-നോട് പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, ദേവിക ഇത്ര ദിവസമാണല്ലോ നമുക്ക് തന്നിരിക്കുന്നേ, അത്രയും ദിവസം നമുക്ക് നോക്കാം, ദേവിക അത് ചെയ്തോളും എന്ന് പറയുന്നുണ്ട്. അപ്പത്തേക്കും നമ്മുടെ CP പറയുന്നുണ്ട്, എനിക്കൊരു സംശയം, ഋഷിയുടെ ഈ ഒരു കാണാതാകലിന് പിന്നാലെ നമ്മുടെ ചന്ദ്രോത്ത് വീടിനോ നന്ദനയ്ക്കോ ബന്ധമുണ്ടോ എന്നൊരിത്, എന്തായാലും അത് അന്വേഷിക്കണം മാഡം എന്ന് നമ്മുടെ അരുന്ധതിയോട് പറയുക കേട്ടോ. അതിന് എത്രത്തോളം ആകും, നമ്മുടെ നന്ദൻ പിടിക്കപ്പെടുമോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹെറംതി മലയാളി സൈനിങ് ഓഫ്.